കേരള പി എസ് സിയുടെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട CPO WCPO പരീക്ഷകൾ വരാൻ പോവാണ്. ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാത്ത് കറക്റ്റ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബ്ലൂ പ്രിന്റ് തരാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആ ടോപ്പിക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പോവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി ഏത് രീതിയിലാണ് പഠിച്ചു പോവേണ്ടത് തുടങ്ങിയതെല്ലാം നമ്മൾ ഈ ബ്ലൂ പ്രിന്റിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ തന്നെ ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യം പറയാം, നിങ്ങൾ പഠിച്ചു തുടങ്ങും പിന്നെ അവസാനിപ്പിക്കും, വീണ്ടും പഠിച്ചു തുടങ്ങും പിന്നെ അവസാനിപ്പിക്കും. ഈ ഒരു പ്രശ്നം പൊതുവെ എല്ലാവരെയും അലട്ടുന്നതാണ്. എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും? ഒരൊറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിടാ, സിലബസിലെ 100% നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ പഠിക്കാം. ബർഡൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പലപ്പോഴും ഒരുപാടുണ്ട് അല്ലെ, ഒരുപാട് വാസ്റ്റ് ആണെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ പഠനം അവസാനിപ്പിക്കുന്നത്. പക്ഷേ കുറച്ച് എളുപ്പമാണ്, ഇതെന്നെ കൊണ്ട് പറ്റുന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്താൽ നമുക്ക് പാതി പണി തീരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയാം. നോർമൽ സിലബസ് ഈ കിടക്കുന്നതാണ്. ഇതിലെ ഹിസ്റ്ററി 5 മാർക്കുണ്ട്, ജോഗ്രഫി 5 മാർക്കുണ്ട്, അങ്ങനെ ഓരോന്നിന്റെയും പ്രപ്പോർഷൻ ഇട്ടിട്ടുണ്ട്. മക്കളെ ഈ 100 മാർക്കിന് ടോപ്പിക്കില് കോർ ഏരിയ ഏതാണെന്നറിയാമോ? കോർ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന 5 ഏരിയാസ് ആണ് കോർ ഏരിയാസ്. ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോർ ഏരിയാസ് എന്ന് പറയുന്നത് ഈ 5 ഭാഗമാണ്. ഈ 5 ഭാഗവും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ പോയിന്റുകളും മുഴുവൻ കണ്ടന്റുകളും പഠിക്കണം. ഈ 5 ഏരിയസിൽ നിന്ന് മുഴുവൻ കണ്ടന്റുകളും പഠിക്കുക. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, 8 മാർക്കിന് ടോപ്പിക്കാ. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷെ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് പോലും വിടരുത്, വള്ളി പുള്ളി തെറ്റാതെ പഠിക്കുക. ഇനി എക്കണോമിക്സ് നോക്കിയേ, 5 മാർക്കിന് ടോപ്പിക്കാ, പക്ഷെ കുറച്ചേ പഠിക്കാനുള്ളൂ, മുഴുവനും പഠിക്കുക. ഒന്നുപോലും മിസ്റ്റേക്ക് വരാതെ, ഒന്നുപോലും വിട്ടുപോകാതെ മുഴുവനും പഠിക്കും. കറണ്ട് അഫയേഴ്സ് മക്കളെ 10 മാർക്കാ. നിങ്ങൾ ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സിന് വേണ്ടി എത്ര സമയം മാറ്റി വെച്ചാലും ബെനിഫിറ്റ് ആണ്. ഇനിയും ഇംഗ്ലീഷ് മാത്സ് മലയാളം നോക്കിയിടാം, 30 മാർക്കിന് ടോപ്പിക്കാ. സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന് സമയം കൊടുക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്ക് സ്കിപ്പ് ചെയ്യരുത്. മക്കളെ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കിയേ. ഇവിടുന്ന് 50 മാർക്ക്, ഇവിടുന്ന് കൂടെ ചേർത്ത് 60 മാർക്ക്, ഇവിടുന്ന് 65, ഇവിടുന്ന് 73. ടോട്ടൽ 73 മാർക്കിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 73 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ 5 ഏരിയാസ് എന്ന് പറയുക. ഇതിന് കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് വിട്ട് കളയണോ? വേണ്ട. ബാക്കിയുള്ളതും നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം. എങ്ങനെയാ ബാക്കിയുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത്? അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുക. ഞാൻ ആ ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു തരാം. ആ ഹോട്ട് ടോപ്പിക്സിലൂടെ നിങ്ങളൊന്ന് കടന്നു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് മാക്സിമം മാർക്കിൽ എത്താൻ പറ്റും. അതായത് 73 മാർക്കിന് ടോപ്പിക്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു മാർക്കിന് പോലും, ഒരു പോയിന്റ് പോലും വിടാതെ മുഴുവൻ പഠിക്കേണ്ട ടോപ്പിക്കുകൾ. പക്ഷെ ഇത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ ഏത് ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം? നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവിടെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ ഒരു സംശയമില്ല സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. മാർത്താണ്ഡവർമ്മ മുതലുള്ള ചരിത്രം, അതായത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പഠിക്കണം. ഐക്യ കേരളം പഠിക്കണം. ഇത്രയുമാണ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെന്ന് പറയുക. അത് പഠിക്കേണ്ടി വരും. അടുത്ത നോക്കിയേ, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വാതന്ത്ര്യവും സമരവും മഹാത്മാഗാന്ധിയും, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. വീണ്ടും 4 ടോപ്പിക്കുകൾ വരികയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന്. അതായത് കുറച്ചുകൂടി ഒന്ന് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ അങ്ങ് പഠിച്ചു പോവാണ്. അടുത്ത നോക്കിയേ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യ, ചൈനീസ് വിപ്ലവങ്ങൾ. ആ വിപ്ലവങ്ങളിൽ നിന്ന് ചോദ്യം വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, അതേപോലെ തന്നെ ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും. നോക്കിയേ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഭൂപ്രകൃതി, നദികൾ, കാലാവസ്ഥ. ഇത് ഈ പറഞ്ഞ ഇത്രയും പോയിന്റുകൾ നമ്മുടെ ജോഗ്രഫിയിൽ നിന്നാണ്. ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇന്ത്യ സാമ്പത്തിക രംഗം, അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്യണ്ട. എക്കണോമിക്സ് മുഴുവൻ പഠിച്ചു. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും, ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ്,
ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഒരു ടോപ്പിക്കും വിടണ്ട, മുഴുവൻ ടോപ്പിക്കുകളും പഠിച്ചോ. 8 മാർക്കിന്റെ ടോപ്പിക്കുകളാണ്. 8 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സംസ്ഥാന സിവിൽ സർവീസ്, ഇത് കേരള ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, ദുരന്ത നിവാരണ അതോറിറ്റി, ഈ 4 ടോപ്പിക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം 3 മാർക്കിന്റെ ടോപ്പിക്കാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇതാണ്. ഇനി ജീവകങ്ങൾ, ധാതുക്കൾ, അവയുടെ അപര്യാപ്തത രോഗങ്ങൾ, അതേപോലെ സാംക്രമിക രോഗങ്ങളും ആയി ബന്ധപ്പെട്ടത്, ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഈ 3 ടോപ്പിക്കുകൾക്ക് എവിടെ പ്രാധാന്യം കൊടുത്താൽ മതി? ബയോളജിയിൽ കൊടുത്താൽ മതി. ചലനം, ISRO, പ്രകാശവും ലെൻസും, അതേപോലെ തന്നെ ശബ്ദ വ്യത്യാസങ്ങൾ, ഗുരുത്വാകർഷണം, പ്രവൃത്തി, പവർ, അതേപോലെ തന്നെ ഊർജം, ആറ്റം, തന്മാത്ര, മൂലകങ്ങൾ, ആവർത്തിക പട്ടികൾ, ഈ ടോപ്പിക്കുകൾ കൂടി എന്ത് ചെയ്യുക? പ്രയോറിറ്റി കൊടുക്കാം. ഈ 50 ടോപ്പിക്കുകൾ കൂടാതെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് പഠിക്കണം? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പഠിക്കണം. അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണം. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒരു കിഡിലൻ സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ കിഡിലൻ സ്കോർ ഉറപ്പിക്കുന്ന ടോപ്പിക്കുകളാണ്, സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതേ സ്ട്രാറ്റജിയിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് പോകുന്ന, അല്ലെ പഠിച്ചു പോകുന്ന ഒരു ബാച്ചാണ് CPO WCPO ക്രാഷ് ബാച്ച് എന്ന് പറയുക. ഈ ക്രാഷ് ബാച്ചിന് വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ കവറേജ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്യും. ഇംഗ്ലീഷും മാത്സും മലയാളവും എന്ത് ചെയ്യും? നിങ്ങൾക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന ഒരു ബാച്ചാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകൾ കൂടി അവിടെ കാണും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ തന്നെ പരമാവധി മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് CPO WCPO ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. ഞാൻ ഇതിനൊരു മേൽനോട്ടം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് നിങ്ങളെ കുറച്ചുകൂടെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു സംശയമില്ല. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 നമ്പറിലോട്ട് വിളിച്ചാൽ മതി. അപ്പം ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ആദ്യം തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോടാം. നല്ലൊരു റിസൾട്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. താങ്ക് യു സോ മച്ച്.